നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ വൈറ്റിന് ഒരു ക്യൂനും കിങ്ങും, ബ്ലാക്കിന് ഒരു റൂക്കും പോണും കിങ്ങുമാണ് ഉള്ളത്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു ക്യൂൻ ഉണ്ടെങ്കിൽ പോലും ബ്ലാക്കിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ക്യൂൻ H8 ചെക്ക്. ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ 8th റാങ്കിൻ്റെ നിയന്ത്രണം വൈറ്റിന് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. കിങ് E7, ക്യൂൻ C8, റൂക്ക് C6, ക്യൂൻ B8, റൂക്ക് E6, ക്യൂൻ G8, റൂക്ക് C6, ക്യൂൻ B8, റൂക്ക് E6. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിൻ്റെ സംരക്ഷണത്തിൽ റൂക്ക് C6 അല്ലെങ്കിൽ റൂക്ക് E6 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ 6th റാങ്കിൻ്റെ നിയന്ത്രണം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. 6th റാങ്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെങ്കിൽ വൈറ്റിൻ്റെ കിങ്ങിന് 7th റാങ്കിലേക്കോ 8th റാങ്കിലേക്കോ നീക്കം നടത്തുവാനുള്ള ഒരു അവസരം ലഭിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബ്ലാക്ക് സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഈ ഒരു പൊസിഷനിൽ പരാജയപ്പെടുന്നു. ക്യൂൻ G8, റൂക്ക് C6, ക്യൂൻ B8. ബ്ലാക്കും വൈറ്റും നിരന്തരമായി ഒരേ നീക്കങ്ങൾ 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ 4ാമത്തെ നീക്കം റൂക്ക് C6 എന്ന നീക്കത്തിന് പകരം KD6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് D6, ക്യൂൻ D8, റൂക്ക് E3, ക്യൂൻ B6 ചെക്ക്. വൈറ്റിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്ക് നൽകിക്കൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ 5ാമത്തെ നീക്കത്തിൽ റൂക്ക് E2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. റൂക്ക് E2, ക്യൂൻ B6 ചെക്ക്. ഇനി വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഫോർക്കിംഗ് ചെക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതായിരിക്കും. കിങ് E7, ക്യൂൻ F6 ചെക്ക്, കിങ് E8, ക്യൂൻ H8 ചെക്ക്, കിങ് E7, ക്യൂൻ H4 ചെക്ക്, കിങ് D6, ക്യൂൻ B4 ചെക്ക്, കിങ് C6, ക്യൂൻ C4 ചെക്ക്. ക്യൂൻ C4 എന്ന നീക്കത്തിലൂടെ ബ്ലാക്കിന് ഒരു ഫോർക്കിംഗ് ചെക്ക് നൽകുവാൻ സാധിക്കുകയും അടുത്ത നീക്കത്തോടു കൂടി ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് D6, ക്യൂൻ ക്രോസ് E2, ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. ഇനി ബ്ലാക്കിൻ്റെ 5ാമത്തെ നീക്കത്തിൽ റൂക്ക് E1 എന്ന നീക്കം നടത്തുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ റൂക്കിനെ ക്യാപ്ചർ ചെയ്യേണ്ടത്. ബ്ലാക്കിൻ്റെ 5ാമത്തെ നീക്കം റൂക്ക് E3 എന്ന നീക്കത്തിന് പകരം റൂക്ക് E5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. റൂക്ക് E5 ചെക്ക്, കിങ് F6. വൈറ്റിൻ്റെ കിങ്ങിന് പോണിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ വൈറ്റ് വിജയിക്കുക എന്നുള്ളത് ലളിതമല്ല. എങ്ങനെയാണ് ഈ പൊസിഷനിൽ വൈറ്റ് ഒരു വിജയം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റൂക്ക് E6 ചെക്ക്, കിങ് F7. വൈറ്റിൻ്റെ കിങ്ങിന് 7th റാങ്കിലേക്ക് നീക്കം നടത്തുവാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് ഇനി വൈറ്റ് ശ്രമിക്കുന്നത് D5 ഇരിക്കുന്ന പോണിനെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നതിനെ കുറിച്ചായിരിക്കും. റൂക്ക് E5, ക്യൂൻ B8 ചെക്ക്, ക്യൂൻ B8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് KD5 എന്ന നീക്കം നടത്തുവാൻ നിർബന്ധമാകുന്നു. അല്ലെങ്കിൽ ബ്ലാക്കിന് റൂക്ക് നഷ്ടപ്പെടുന്നു. കിങ് D5, ക്യൂൻ C7, ക്യൂൻ C7 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ ആക്രമിക്കുന്നു. D6,
D6 എന്ന നീക്കം നടത്തുമ്പോൾ 7th റാങ്കിലിരിക്കുന്ന പോൺ 6th റാങ്കിലേക്ക് നീക്കം നടത്തേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ക്യൂനിനെയും കിങ്ങിനെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ബ്ലാക്കിന് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാനോ വിജയിക്കുവാനോ സാധിക്കില്ല. ക്യൂൺ C3, റൂക്ക് E4, ക്യൂൺ D3 ചെക്ക്. QD3 എന്ന നീക്കം ഈ പൊസിഷനിൽ മഹത്തായൊരു നീക്കമാണ്. കാരണം QD3 എന്ന ഒരു ചെക്ക് നൽകുമ്പോൾ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് D7 എന്ന സ്ക്വയറിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. റൂക്ക് D4, ക്യൂൻ B5 ചെക്ക്, കിങ് E4, കിങ് E6. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുവാനുള്ള ഒരവസരം ലഭിക്കുന്നു. കിങ് E3, ക്യൂൻ B6, ക്യൂൻ B6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ പിൻ ചെയ്യുന്നു. കിങ് D3, ക്യൂൻ B3 ചെക്ക്, കിങ് D2, ക്യൂൻ B2 ചെക്ക്, കിങ് D3, ക്യൂൻ C1, കിങ് E4, കിങ് D7. വൈറ്റിൻ്റെ കിങ് ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുവാൻ സാധിക്കാത്ത ഒരു പൊസിഷനിലേക്ക് നീക്കം നടത്തുന്നു. റൂക്ക് D3, ക്യൂൻ G1, റൂക്ക് D4, ക്യൂൻ H1 ചെക്ക്, കിങ് F4, ക്യൂൻ H6 ചെക്ക്, കിങ് E4, ക്യൂൻ E6 ചെക്ക്, കിങ് D3, കിങ് C6, കിങ് C3. വൈറ്റിൻ്റെ കിങ്ങിനെ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കുവാൻ ശ്രമിക്കുന്നു. ക്യൂൻ E2, പോൺ D5, ക്യൂൻ E3 ചെക്ക്, കിങ് C4, ക്യൂൻ E1, റൂക്ക് D3, ക്യൂൻ C1 ചെക്ക്, കിങ് D4, കിങ് D6, KD6 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുന്നതിനുള്ള ഒരു അവസരം ബ്ലാക്കിന് നഷ്ടപ്പെടുന്നു. കിങ് E4, ക്യൂൻ E1 ചെക്ക്, കിങ് F3. ഈ ഒരു പൊസിഷനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വൈറ്റിന് അനുകൂലമായ ഒരു പൊസിഷനിലേക്ക് ഈ ഗെയിം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിങ് C5, റൂക്ക് A3. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് A3 എന്ന നീക്കം നടത്തുമ്പോൾ പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. ക്യൂൺ D1 ചെക്ക്. വൈറ്റ് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ട്രൈ ചെയ്യുന്നത്. കിങ് G3, കിങ് ക്രോസ് E5, റൂക്ക് A8, കിങ് E4. വൈറ്റിൻ്റെ കിങ്ങിനെ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്തേക്ക് നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനാണ് വൈറ്റ് ശ്രമിക്കുന്നത്. എന്നാൽ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകിക്കൊണ്ട് കിങ്ങിനെ താൽക്കാലികമായി അവിടെ നിന്ന് മാറ്റുവാൻ സാധിക്കും. റൂക്ക് E8 ചെക്ക്, കിങ് F5, റൂക്ക് F8 ചെക്ക്, കിങ് G6. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുക എന്നുള്ളതാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. റൂക്ക് G8 ചെക്ക്, കിങ് F7. കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്ക് ആക്രമിക്കപ്പെടുന്നു. റൂക്ക് G4, ക്യൂൺ D3 ചെക്ക്, കിങ് F4, കിങ് F6, റൂക്ക് G3. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ F5 ചെക്ക്, കിങ് E3, കിങ് E5. കിങ് E5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്
ക്യൂൻ F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ റൂക്കിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. റൂക്ക് G7, ക്യൂൻ F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് G4, ക്യൂൻ H6 ചെക്ക്, കിങ് F3, ക്യൂൻ H3 ചെക്ക്, ക്യൂൻ H3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുവാൻ ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. റൂക്ക് G3, ക്യൂൻ F1 ചെക്ക്, കിങ് G4, കിങ് E4, കിങ് H4, ക്യൂൻ E2, കിങ് G5, ക്യൂൻ H2, കിങ് G4, ക്യൂൻ H6, റൂക്ക് G2, ക്യൂൻ G6 ചെക്ക്, കിങ് H3, ക്യൂൻ H5 ചെക്ക്, കിങ് G3, കിങ് E3. വൈറ്റിൻ്റെ കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റൂക്ക് G1, ക്യൂൻ E5 ചെക്ക്, കിങ് G2, കിങ് E2, റൂക്ക് B1, ക്യൂൻ E4 ചെക്ക്. ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് G3, ക്യൂൻ ക്രോസ് B1, ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. ഇനി ഈ പൊസിഷനിൽ ക്യൂനും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് നിഷ്പ്രയാസം വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.